ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവൻ കാണാതെ ജീവന്റെ അരികിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ് സുജാതയും ജ്യോതിയും നിത്യയും ശരവണനും ഒക്കെ. എന്നാൽ അതേ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ജീവൻ അവിടെ എത്തിയ കാര്യം അവർക്ക് ആർക്കും അറിയില്ല. പെട്ടെന്ന് അവിടെ കണ്ട ഒരു ബസ്സിൽ കയറിയിരിക്കുകയും ചെയ്തിട്ടുണ്ടവർ. ഓട്ടോയിൽ നിന്നും ഇറങ്ങി വരികയാണ് ജീവൻ. അവര് ഇതിനകത്ത് തന്നെ ഉണ്ടാകും, എവിടെയും പോയി കാണത്തില്ല എന്നൊക്കെ ജീവന്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് മുന്നോട്ടേക്ക് നടന്നു വരുന്നു. നാലുപേരും വല്ലാത്ത ടെൻഷനിൽ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ബസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സമാധാനമാകൂ. ഏറ്റവും പുറകിലത്തെ സീറ്റിലാണ് ഇപ്പോൾ അവർ 4 പേരും ഇരിക്കുന്നത്. ഒന്നിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. അമ്മേ, ജീവേട്ടൻ ചിലപ്പോൾ എവിടെയെങ്കിലും കിടന്നുറങ്ങി കാണും അല്ലേ എന്നെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, അത് മറക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നമ്മളൊക്കെ ഇപ്പോൾ അവന്റെ ശത്രുക്കൾ മാത്രമാണ്. എങ്ങനെയെങ്കിലും അവൻ്റെ അസുഖം ഒന്ന് മാറുന്നെങ്കിൽ മാറട്ടെ എന്നൊക്കെ സുജാത വീണ്ടും പറയുന്നുണ്ട്. ഇപ്പോൾ ആ ബസ്സിൽ തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ബസ്സിൻ്റെയും ബാക്കിൽ കയറി വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഫ്രണ്ടിലോട്ട്. ജീവൻ സുജാതയുടെ അടുത്ത് തൊട്ട് ഫ്രണ്ടിലിരുന്ന ഒരു സ്ത്രീ സുജാതയോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. തിരുവനന്തപുരത്തേക്ക് എന്ന് സുജാത പറയുമ്പോൾ അവർ പറയുന്നു, ഞങ്ങളും അവിടത്തേക്കാണ് പോകുന്നത്. ഇവളുടെ ഭർത്താവിന് അവിടേക്ക് ജോലി കിട്ടി. പിന്നെ ഞങ്ങൾ 2 പേരും ഇതുവരെ തിരുവനന്തപുരം കണ്ടിട്ടില്ല. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ സ്ത്രീ. ആയിക്കോട്ടെ എന്ന് സുജാത. അല്ല, വേറൊന്നുമല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരോടെങ്കിലും മിണ്ടിയും പറഞ്ഞെന്നൊക്കെ ഇരിക്കണം എന്നൊക്കെ ആ സ്ത്രീ. അവരുടെ മകളാണെങ്കിൽ മിണ്ടാതിരിക്കാൻ പറയുന്നു. വീണ്ടും ആ സ്ത്രീ സുജാതയോടൊക്കെ ചോദിക്കുന്നു, മോളാണോ എന്ന്. അപ്പോൾ ഇതോ എന്നും ചോദിക്കുന്നു. അതെ, ഇത് മൂത്ത മോളാണെന്ന് നിത്യ ചൂണ്ടിക്കാട്ടി പറയുന്നു. അങ്ങനെ പറ, അമ്മയുടെ ചായ കിട്ടിയിരിക്കുന്നത് മൂത്ത മോൾക്ക് അല്ലേടി എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട്. ജീവനാണെങ്കിൽ ഓരോ ബസ്സിലും സൈഡ് സീറ്റിലൊക്കെ കയറി നോക്കുകയാണ്, ഏതെങ്കിലും ബസ്സിലൊക്കെ ഉണ്ടോ എന്ന്. എന്നാൽ ഇതുവരെ നോക്കിയാൽ ഒരു ബസ്സിലും കാണാൻ സാധിച്ചിട്ടില്ല. ആ സ്ത്രീ എന്തോ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഒരു ബസ്സിലും നോക്കിയിട്ട് കാണാതിരിക്കുകയാണ് ജീവൻ. ഇതേ കാണുന്ന ആൾക്കാരെ എവിടെയെങ്കിലും കണ്ടിരുന്നോ എന്ന് ജീവൻ ആ ഫോട്ടോ കാണിച്ചിട്ട് ഫോണിലെ ഫോട്ടോ കാണിച്ച് അവിടെ നിന്ന് ഓരോ യാത്രക്കാരോടും ചോദിക്കുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാരൊക്കെ കണ്ടില്ല എന്നാണ് പറയുന്നത്. ഇതേസമയം സുജാതയൊക്കെ ഇരിക്കുന്നതിൻ്റെ സീറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ സീറ്റിലായിട്ട് ഒരു ഗർഭിണിയും കൊണ്ട് അവരുടെ ഭർത്താവ് വന്നിരിക്കുന്നു. എന്നിട്ട് സുജാതയോട് പറയുന്നു, ചേച്ചി ഇവള് ഗർഭിണിയാണ്, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതിനെന്തായെന്ന് സുജാത പറയുന്നു. അതെ, എന്തെങ്കിലും ആവശ്യം തോന്നിയാൽ ചേച്ചിയോടും മക്കളോടും പറയണം, അല്ലാതെ നിനക്ക് വിഷമോ വേദനയോ വന്നാൽ അടക്കി പിടിച്ചിരിക്കരുത്. ടെൻഷൻ കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഓഫീസിൽ ഇന്നൊരു മീറ്റിംഗ് വെച്ചോണ്ട്, അല്ലെങ്കിൽ ഞാനും വന്നേനെ എന്നൊക്കെ അവരോട് പറയുന്നു. ആ സ്ത്രീ പറയുന്നുണ്ട് സുജാതയോട്, എൻ്റെ പൊന്നും ചേച്ചി, ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എന്നെ വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് പോലും വന്ന് ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ലെന്നേ. അയാൾ പറയുന്നു, വേറൊന്നും കൊണ്ടല്ല ചേച്ചി, വല്ല തട്ടലും മുട്ടലും ഉണ്ടായി കഴിഞ്ഞാൽ ഇവള് കരയുന്നത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ലെന്നേ. അങ്ങനെ ആ കരുതലിൻ്റെ കാര്യം സംസാരിക്കുകയാണ് അവർ. അപ്പോൾ സുജാത നിത്യയെ നോക്കുന്നു. വിഷമത്തോടെ ഇരിക്കുകയാണ് നിത്യ. പേടിക്കണ്ട, ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചേക്കാം, എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാമെന്ന് സുജാത അയാളോട് പറയുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോവുകയാണ്. ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോൾ ഞാൻ അവിടെ എത്തി ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മാത്രമേ സമാധാനമാകൂ പുള്ളിക്കാരന് എന്നൊക്കെ ആ ചേച്ചി പറയുമ്പോൾ സുജാത പറയുന്നു, ഭാഗ്യമല്ലേ കുട്ടി, ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ ഭർത്താവായി കിട്ടുന്നത്. എന്നിട്ട് സുജാത നിത്യ സുജാതയും നോക്കുന്നു. നേരത്തെ ഇറങ്ങിപ്പോയ ചേച്ചി ഇപ്പോൾ കയറി വന്നിരിക്കുകയാണ്. ബിസ്ക്കറ്റ് വേണോ എന്ന് സുജാതയോടൊക്കെ ചോദിക്കുന്നു. പിന്നെ ആ ഗർഭിണിയായ സ്ത്രീയോടും ചോദിക്കുന്നു. പിന്നെ അവരുടെ മകൾക്ക് കൊടുക്കുകയാണ് ആ ബിസ്ക്കറ്റ്. ഇതേ സമയത്തും ജീവൻ അവിടേക്ക് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. വഴിയിൽ കണ്ടവരോടൊക്കെ സുജാതയുടെ നിത്യയുടെയൊക്കെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ശരവണൻ സുജാതയോട് പറയുന്നു, അമ്മ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന്. അത് വേണ്ട എന്ന് സുജാത പറയുമ്പോൾ, അതല്ലമ്മ, എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ വണ്ടി എവിടെയെങ്കിലും നിർത്തിയില്ലെങ്കിലും നമുക്ക് ഇറങ്ങണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് വരാം അമ്മ എന്ന് പറഞ്ഞിട്ട് ശരവണൻ പോവാൻ തുടങ്ങുന്നു. അങ്ങനെ ശരവണൻ ഇപ്പോൾ ബസ്സിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നുണ്ട്. അവിടേക്ക് പോയി അവിടെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. കടയിൽ നിന്നും ചില സാധനങ്ങളൊക്കെ ശരവണൻ വാങ്ങിക്കുന്നുണ്ട്. ശരവണൻ ഇപ്പോൾ സാധനം വാങ്ങിച്ചിട്ട് തിരികെ വരികയാണ്. ഇതേ സമയത്താണ് നേരത്തെ ആ ഗർഭിണിയായ സ്ത്രീയുടെ ഭർത്താവ് ഒരു സ്കൂട്ടറിൽ കയറുന്നത് കാണുന്നത്. അയാളോട് ജീവൻ ഇപ്പോൾ ചോദിക്കുകയാണ്, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. സോറി, ഞാൻ എൻ്റെ കണ്ണട എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ജീവൻ പോകാൻ തുടങ്ങുകയാണ്. പിന്നെ കണ്ണട എടുത്തു വെച്ചിട്ട് ഒന്നുകൂടി നോക്കുകയാണ് അയാൾ. ഈ സമയത്ത് തന്നെ ശരവണൻ ജീവൻ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ജീവന്റെ കണ്ണിൽ പെടാതിരിക്കാൻ മറഞ്ഞു നിൽക്കുകയാണ് ശരവണൻ. പെട്ടെന്ന് തന്നെ ശരവണൻ ബസ്സിലേക്ക് കയറി ഓടിപ്പോകുന്നു. വെളിയിൽ ജീവൻ സാറ് വന്നിരിക്ക് എന്ന് ശരവണൻ അവരോട് പറയുമ്പോൾ ഞെട്ടിയിരിക്കുകയാണ് അവർ. എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്ന് ശരവണൻ പറയുന്നു. ആ ചേട്ടൻ പറയുന്നു, ദേ ആ ബസ്സിലാണുള്ളത്, എൻ്റെ ഭാര്യയും ആ ബസ്സിലാണ് പോകുന്നത്.
എൻ്റെ ഭാര്യ ഒന്ന് നോക്കിക്കോണേന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നമുക്കൊരു ഉപകാരം ചെയ്യുന്നവർക്ക് തിരിച്ചും ഒരു ഉപകാരം ചെയ്യണ്ടേ? ചേട്ടൻ വന്നേ, വണ്ടി പോകാറായി എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ ജീവനെ അവിടേക്ക് ആ ബസ്സിലേക്ക് കൊണ്ട് കാണിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവർ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ജീവൻ അവിടെയുണ്ടെന്നറിഞ്ഞ് വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് 3 പേരും. ജീവൻ ഇപ്പോൾ ആ ബസ്സിൽ കയറിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ 4 പേരെയും അവിടെ കാണുന്നില്ല. ജീവൻ വരുന്നതറിഞ്ഞ് ഇപ്പോൾ 4 പേരും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെയാണല്ലോ അവർ ഇടുന്നത്, ഇവിടെ ഇരുന്നവർ എവിടെ പോയി എന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ അവരുടെ ഭാര്യ പറയുന്നു, ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോയതേ ഉള്ളൂ എന്ന്. നല്ല ആളുകളെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയത് എന്ന് പറയുമ്പോൾ ഒരു പുഞ്ചിരിയുമായി ജീവൻ തിരിഞ്ഞു വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ജീവന്റെ കണ്ണിൽ പെടാതിരിക്കാൻ സുജാതയും നിത്യയും ശരവണനും ജ്യോതിയും ബാഗുമായി അവിടെ നിന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരവണൻ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെടാൻ സാധിച്ചത്. പക്ഷേ ഇനിയും ജീവന്റെ മുന്നിൽ തന്നെ വന്ന് പെടാനാണ് സാധ്യത. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.